അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വസതിയും കാര്യനിർവഹണ സ്ഥലവും കൂടിയായ വൈറ്റ് ഹൗസിൽ പാരനോർമൽ ആക്ടിവിറ്റീസ് നടന്നത് നിങ്ങൾക്കറിയാമോ? ഇന്ന് നമ്മൾ ആ കഥയാണ് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അദൃശ്യകരങ്ങൾ. US തലസ്ഥാനമായ വാഷിങ്ടൺ DC 1600 പെൻസിൽവാനിയ അവന്യൂ ന്യൂയോർക്കിൽ സ്ഥിതി ചെയ്യുന്നു. വെള്ളപൂശിയ മന്ദിരമായതിനാലാണ് വൈറ്റ് ഹൗസ് എന്ന പേര് ലഭിച്ചത്. 1800 ജോൺ ആഡംസ് മുതൽ ഓരോ അമേരിക്കൻ പ്രസിഡന്റിൻ്റെയും താമസ സ്ഥലം കൂടിയാണ് ഈ മന്ദിരം. പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾ തുടങ്ങിയവരുടെ പര്യായമായും വൈറ്റ് ഹൗസ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. നവവസ്തു ശൈലിയിൽ ഐറിഷ് വംശജനായ വാസ്തുശില്പി ജെയിംസ് ഹൊബാനാണ് വൈറ്റ് ഹൗസ് രൂപകൽപ്പന ചെയ്തത്. 1792 1800 ഇടയ്ക്ക് വെള്ളനിറം പൂശിയ അക്വായി ക്രീക്ക് മാർബിളിൽ ഉപയോഗിച്ചാണ് നിർമ്മാണം നടന്നത്. 1812 യുദ്ധഫലമായി 1814 ബ്രിട്ടീഷ് പട്ടാളം കെട്ടിടം ഏകദേശം പൂർണ്ണമായി നശിപ്പിക്കുകയുണ്ടായി. എന്നാൽ പുനർനിർമ്മാണം വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കുകയും ചെയ്തു. 1817 പകുതിയോളം പൂർത്തിയായ കെട്ടിടത്തിലേക്ക് പ്രസിഡന്റ് ജെയിംസ് മോൺറോ താമസം മാറ്റുകയും ചെയ്തു. പുറംഭാഗത്തെ നിർമ്മാണം അതിനുശേഷവും തുടരുകയുണ്ടായി. തൽഫലമായി അർദ്ധവൃത്താകൃതിയിൽ തെക്കേ നടപ്പന്തൽ 1824 വടക്കേ നടപ്പന്തൽ 1829 പൂർത്തീകരിച്ചു. വർഷങ്ങളായി നിരവധി US മാധ്യമങ്ങൾ 18ാം നൂറ്റാണ്ടിലെ ഈ കെട്ടിടത്തെ ബാധിച്ച പ്രേത കാഴ്ചകളെയും രാത്രിയിലെ നിഗൂഢമായ ശബ്ദങ്ങളെയും കുറിച്ചുള്ള ഒരുപാട് കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വാഷിങ്ടണിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് സ്ഥാപക പിതാവും 3ാം പ്രസിഡന്റുമായ തോമസ് ജെഫേഴ്സൺ ഉൾപ്പെടെ മുൻ താമസക്കാരുമായി നിരവധി തവണ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും വൈറ്റ് ഹൗസിനെ വേട്ടയാടുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഏറ്റവും പ്രശസ്തമായ ആത്മാവ് 16ാമത് പ്രസിഡന്റായ എബ്രഹാം ലിങ്കൻ്റേതാണ്. 1946 പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ തൻ്റെ ഭാര്യയ്ക്ക് എഴുതിയ ഒരു കത്ത് അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷ്യൽ ലൈബ്രറിയിലും മ്യൂസിയത്തിലും ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നു. അതിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇപ്രകാരമായിരുന്നു: വാതിലിൻ്റെ പുറകെ നിന്ന് ഒരു തട്ട് കേട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ ബാത്റൂം ധരിച്ചു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പുറത്തേക്ക് പോയി ഹാളിലൂടെ മുകളിലേക്കും താഴേക്കും ഞാൻ സൂക്ഷ്മമായി നോക്കി. നിങ്ങളുടെ മുറിയിലും മാർഗിയുടെ മുറിയിലും ഞാൻ മാറി നോക്കി. എന്നിട്ടും ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. വാതിലുകൾ പൂട്ടിയ ശേഷം ഉറങ്ങാൻ കിടന്നപ്പോൾ നിങ്ങളുടെ മുറിക്കുള്ളിൽ നിന്ന് ഞാൻ കാലടികൾ കേട്ടിരുന്നു. ഞാൻ അവിടമാകെ സൂക്ഷ്മമായി പരിശോധിച്ചു. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവിടം തീർച്ചയായും ഒരു പ്രേതബാധയുള്ള സ്ഥലമാണ്. ഈ സമയം ഒരു കാവൽക്കാരൻ പോലും ഇവിടെയില്ല. ഈ പ്രേതങ്ങളിൽ ചിലത് എന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ് നീയും മാർഗിയും തിരിച്ചു വന്ന് എന്നെ സംരക്ഷിക്കുന്നതാണ് നല്ലത്. ഇതാണ് അദ്ദേഹം എഴുതിയ വാക്കുകൾ. US ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം വൈറ്റ് ഹൗസിൽ ഏറ്റവും കൂടുതൽ തവണ കാണപ്പെടുന്ന പ്രേതം നിസ്സംശയമായും പറയാം 16ാം പ്രസിഡന്റായ എബ്രഹാം ലിങ്കൻ്റേതാണ്. 1865 അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിന് ശേഷം യെല്ലോ ഓവൽ റൂമിലും ലിങ്കൻ ബെഡ്റൂമിലും ലിങ്കൻ്റെ പ്രേതം പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. പ്രഥമ വനിത ഗ്രേസ് കൂലിഡ്ജ് പ്രസിഡന്റ് കാൽവിൻ കൂലിഡ്ജിൻ്റെ ഭാര്യയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ, നെതർലാൻഡ്സിലെ രാജ്ഞി വിൽഹെൽമിന എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ എബ്രഹാം ലിങ്കൻ്റെ ആത്മാവിനെ കണ്ടതായി പറയപ്പെടുന്നു. ഇത് വൈറ്റ് ഹൗസിൽ ഒരു വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരുന്നു. അതുപോലെ അമേരിക്കയിലെ 2ാമത്തെ പ്രഥമ വനിതയായ അബിഗെയിൽ ആഡംസിൻ്റെ പ്രേതം അലക്കുശാലയിൽ തൂങ്ങിക്കിടക്കുന്നത് താമസക്കാരും ജീവനക്കാരും വിവിധ അവസരങ്ങൾ കണ്ടിട്ടുണ്ടെന്നും പറയുന്നു. അല്ലെങ്കിൽ ഈസ്റ്റ് റൂമിൽ ലാവെൻഡറിൻ്റെയും നനഞ്ഞ വസ്ത്രങ്ങളുടെയും ഗന്ധം തോന്നിയിട്ടുള്ളതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2018 ദി കെല്ലി ക്ലാക്സൺ ഷോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ജന്ന ബുഷേഗർ തൻ്റെ മുറിയിൽ നിന്ന് 1920കളിലെ പിയാനോ സംഗീതം കേട്ടതായി പങ്കുവച്ചിരുന്നു. പ്രസിഡന്റ് ജോർജ് ബുഷിൻ്റെ പെൺമക്കളായ ജന്നയും
സഹോദരി ബാർബറയും വ്യത്യസ്ത അവസരങ്ങളിൽ ലിങ്കൻ്റെ റൂമിൽ നിന്ന് സംഗീതം കേട്ടതായി പറയുന്നു. ആദ്യം ഒരാഴ്ച 1920കളിലെ പിയാനോ സംഗീതമായിരുന്നു. തുടർന്ന് അടുത്ത ആഴ്ച ഓപ്പറ സംഗീതം കേട്ടിരുന്നു. പിന്നീട് ഞങ്ങളുടെ ഫോൺ റിങ് ചെയ്തു. ഞാൻ ഉണർന്നു. പെട്ടെന്ന് ഞങ്ങളുടെ റൂമിൽ നിന്ന് 1920കളിലെ പിയാനോ സംഗീതം ഉയർന്നു വരുന്നത് പോലെ ഞങ്ങൾ കേട്ടുകൊണ്ടേയിരുന്നു. ഇത് അർദ്ധരാത്രിയാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്കും അർദ്ധരാത്രി ഇത് അനുഭവിക്കാൻ കഴിയും, ജന്ന ദി കെല്ലി ക്ലാക്സൺ ഷോയിൽ പറഞ്ഞു. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു കഥയുമായി വരുന്നതുവരെ ദിസ് ഈസ് സൈനിങ് ഓഫ് അദൃശ്യകരങ്ങൾ.